ടു താടിയും പൊട്ടും ടോക്സ്. ഗൈസ്, നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ കട്ട എനർജി. അപ്പൊ തരുന്ന എല്ലാ സപ്പോർട്ടിനും താങ്ക് യു സോ മച്ച്. എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും വേണ്ടിട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോക്ക് എന്ന് വെച്ചാൽ സന്തോഷ് പണ്ഡിറ്റ്. സന്തോഷ് പണ്ഡിറ്റ് എന്ന് കേൾക്കുമ്പോ തന്നെ എല്ലാവരുടെ മനസ്സിലും രാത്രി ശുഭരാത്രി ഇനിയെന്നും ശിവരാത്രി, ആ പാട്ടൊന്നും ആരും മറന്നു കാണില്ല. ഒരുപാട് പേർക്ക് സന്തോഷ് പണ്ഡിറ്റ് കേൾക്കുമ്പോൾ വെറും ഒരു കോമാളി, ഒരു ബഫൂൾ, ഒരു പുച്ഛഭാവം, ഇയാൾ എന്തൊക്കെയാ കാട്ടിക്കൊണ്ട് അത്തരത്തിലൊരു ഭാവമാണ്. പക്ഷെ ശരിക്കും ഒന്ന് ആലോചിക്കുകയാണെങ്കിൽ കോടികൾ മുടക്കും മുതൽ പോലും തിരിച്ചു കിട്ടാത്ത പ്രൊഡ്യൂസേഴ്സ് ഉള്ള നമ്മുടെ ഈ കാലത്താണ് വെറും 5 ലക്ഷം രൂപ മുടക്കി അതിൽ നിന്ന് കോടികളുടെ ലാഭം ഉണ്ടാക്കിയ നമ്മുടെ ചെറിയ എളിയ കലാകാരൻ സന്തോഷ് പണ്ഡിറ്റ്. ചെറിയ എളിയ കലാകാരനാണെങ്കിലും ആള് കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, മ്യൂസിക്, നൃത്തം, മേക്കപ്പ്, അഭിനയിക്കുന്നത് തൊട്ട് എല്ലാം അദ്ദേഹം തന്നെയാണ് ചെയ്യുന്നത്. കാരണം ഈ 5 ലക്ഷം എന്ന് പറയുന്ന ചെറിയൊരു ബഡ്ജറ്റിൽ ഈ പടം ഒതുക്കണമെങ്കിൽ ആ പുള്ളി തന്നെ ഇത് ചെയ്യണ്ടേ. അതിന്റെ ഒരു അഹങ്കാരങ്ങളും പുള്ളിക്കില്ല. അത് മാത്രമല്ല, തനിക്ക് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് നല്ല ഭാഗം മറ്റുള്ളവർക്ക് നന്മ പ്രവർത്തികൾ ചെയ്യാൻ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. അത്തരത്തിലൊരു പ്രവൃത്തി അദ്ദേഹം ചെയ്ത വീഡിയോ ആണ് ഇന്ന്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സന്തോഷ് പണ്ഡിറ്റ് പിന്നിലല്ല, പക്ഷേ ചെയ്യുന്നത് സന്തോഷ് പണ്ഡിറ്റ് ആയി പോയത് കൊണ്ട് മാത്രം ഒരു മാധ്യമങ്ങളും ഇത് കാണില്ല. ഇക്കഴിഞ്ഞ SSLC പരീക്ഷയിൽ എല്ലാ വിഷയത്തിനും ഫുൾ A+ വാങ്ങിയ കൊല്ലം കടയ്ക്കലിലെ ആര്യ എന്ന നിർധന വിദ്യാർത്ഥിനിക്ക് കോഴിക്കോട് നിന്നെത്തി സന്തോഷ് പണ്ഡിറ്റ് വാങ്ങി നൽകിയത് ഫാനും മെത്തയും ബാഗും അലമാരയും അടക്കമുള്ള അവൾ ആവശ്യപ്പെട്ട സാധനങ്ങളാണ്. ചോർന്നലിക്കുന്ന മേൽക്കൂരയുള്ള വീടിന് മുകളിൽ ഇടാനായി ടാർപോളിനും വാങ്ങി നൽകി അദ്ദേഹം. നമസ്കാരം, ഞാൻ സന്തോഷ് പണ്ഡിറ്റാണ്. ഇപ്പോൾ കോഴിക്കോട് നിന്ന് നമ്മൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ എന്ന സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ ആര്യ എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ ചില വിഷമങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ എന്താണ്, SSLCയിൽ എല്ലാ വിഷയത്തിലും A+ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതിപ്പോ ഏത് സമയത്ത് ഒഴിഞ്ഞു കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടോ? അവര് ഈ കൂട്ടപ്രമാണം കിടക്കുന്നോണ്ട് നമുക്ക് 2 സെന്റ് ആയതുകൊണ്ട് ഇത് ഈ ബാത്റൂമും കക്കൂസും ഇല്ല. ഇവര് അച്ഛൻ മരിച്ചോണ്ട് രാത്രിയൊന്നും പോവാക്കൂല, പന്നി ശല്യമൊക്കെയാണ്. അമ്മ, ഞാൻ പറഞ്ഞത് നമുക്കൊക്കെ പരിമിതികളുണ്ട്. എന്നാലും ഒരു 3 സെന്റ് സ്ഥലം നിങ്ങളെ എവിടേക്ക് നോക്കി വെക്കുകയും അതിനിപ്പോ ഇത്രയാണ് ഏറ്റവും ചുരുങ്ങിയ ലെവലില് ഞാൻ പറയും. അതിനെന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കുമ്പോൾ ആളുകൾ എന്തെങ്കിലും നമുക്ക് അതെന്തെങ്കിലും ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞ എന്താണോ നമുക്ക് സാധനങ്ങളാണ് ഞാൻ മേടിച്ചു കൊടുക്കുന്നത്. അപ്പൊ അടിയന്തരമായിട്ട് എന്തൊക്കെയാ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്? അലമാര, ആയിക്കോട്ടെ, അലമാറയും മെത്തി. മനസ്സിലായി. ആ വിഷയം എന്നത്തോടെ തീർന്നു. അലമാറയും മെത്തി. പിന്നെന്താ, ഒരു ടാർപ്പ വേണം. ടാർപ്പ എത്ര ഇതിന്റെ വരിക? എത്രേന്റെ വേണ്ട? ടാർപ്പായ ചുമ്മാ ഇതിന് മുകളിലിടാൻ മണ്ടയില് വലിച്ചു കെട്ടാനേ. ഏറ്റവും വലിയ ആൾക്കാർ ഇത് കണ്ടിട്ട് വന്നില്ല, അപ്പോഴത്തേക്കെങ്കിലും വന്നല്ലോ. അതാണ് ഞാൻ പിന്നെ നേരത്തെ ഇവിടെ. അതെ, ആ അമ്മ പറഞ്ഞ ആ വാക്ക് കറക്റ്റാണ്. ഒരുപാട് കോടികൾ സമ്പാദിക്കുന്ന സെലിബ്രിറ്റീസ് നമ്മുടെ നാട്ടിലുണ്ട്. ഒരുപാട് രാഷ്ട്രീയക്കാരുണ്ട്, സിനിമാക്കാരുണ്ട്, മറ്റു മേഖലയിലുള്ള ബിസിനസ് കാര്യങ്ങളുണ്ട്, ഒക്കെയുണ്ട്. പബ്ലിസിറ്റിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ കാട്ടിക്കൂട്ടുകയും ചെയ്യാൻ പോകുന്ന കാര്യത്തിന് ചുറ്റും മീഡിയാസിനെ വിളിച്ച് നേരത്തെ പറഞ്ഞ് ചെയ്യിക്കുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇതൊന്നും ഇല്ലാതെ, മീഡിയ അറിയാതെ, കൈ അറിയാതെ ചെയ്യുന്നവരുണ്ട് കേട്ടോ. ഞാൻ അതല്ലാത്തവരെ പറ്റിയാണ് പറഞ്ഞത്. ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാലോ, നമ്മൾ മീഡിയാസ് വഴി കാണുന്നത്. എന്നാൽ സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങൾ ആരും അറിയാറില്ല, ആളാരും അറിയിക്കാറില്ല. അറിഞ്ഞ് ആരെങ്കിലും പോയി ഒരു വീഡിയോ എടുക്കുന്നതാണ് നമുക്ക് ഇതുപോലെ കിട്ടുന്നത്. അദ്ദേഹം അവരോട് ആവശ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാണ്, അവർക്ക് അത്യാവശ്യമായി വേണ്ടത് എന്തൊക്കെയാണ് എന്ന്. കാരണം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം വലിയ കോടീശ്വരനോ അല്ലെങ്കിൽ വലിയ ഒരുപാട് സിനിമകൾ എടുക്കുന്ന ഒരാളോ ഒന്നുമല്ല. വർഷത്തിലൊരിക്കൽ ഇറങ്ങുന്ന ഒരു പടത്തിൽ നിന്ന്, ചെറിയൊരു ബഡ്ജറ്റ് പടത്തിൽ നിന്ന് തനിക്ക് കിട്ടുന്ന ആ ലാഭം കാര്യപ്രവർത്തികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. അതാണ് അദ്ദേഹം ചെയ്യുന്നത്. അത് വളരെ നല്ലൊരു കാര്യമാണ്, പലരും ചെയ്യാൻ മടിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന മനുഷ്യ സ്നേഹിയെ, അദ്ദേഹത്തിന്റെ മനസ്സിനെ നമ്മൾ സല്യൂട്ട് അടിക്കണമെന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും ബാക്കിയുണ്ടോ? ഇതെല്ലാം പൊട്ടിയിരിക്കുക. പിന്നല്ലേ 1.88. ഇവിടെ എന്താ ഷീറ്റ് ഉണ്ടോ ചെറുതായിട്ടെങ്കിലും? അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഇപ്പോ സന്തോഷ് പണ്ഡിറ്റ് നമ്മളിപ്പോ നമ്മുടെ വർഷം ഒരു സിനിമ ഇറങ്ങുന്നുള്ളൂ മോളെ. അപ്പൊ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ചെറിയ വരുമാനം എടുത്താൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ ആകെ ഞാൻ ചെയ്യുന്നതിനുള്ളൊരു കാര്യം, എന്ത് കാര്യമായാലും
ഒരാളിപ്പോ എന്നോട് ഒരു ചേട്ടാ ഒരു 5 രൂപ തരും, എന്തിനാണല്ലോ ഇതേപോലെ പലരിൽ നിന്ന് കിട്ടിയ ഒരു ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഞാൻ പറയും ഞാൻ ഭക്ഷണം വാങ്ങി തരാം, 5 രൂപ തരില്ല. അല്ല, കഴിയുന്നതും ആൾക്ക് എന്താണോ ഇവര് സന്തോഷം വേണ്ടിട്ട് വരുന്നെന്ന് പറഞ്ഞാൽ ഞാൻ പറയും അദ്ദേഹം നല്ല മനുഷ്യന് ഒരുപാടൊന്നുമില്ലേ എന്നാലും ഉള്ളത് അദ്ദേഹം കൊടുക്കുന്നുണ്ടല്ലോ. ഇല്ല. എന്നാ പിന്നെ ഒരു ബാഗ് മേടിക്കാം. സാർ ഇങ്ങനെ തോളത്തോട്ട് ഞാനിടുന്ന പോലത്തെ ഒരു ബാഗ് അല്ല, അപ്പൊ ഒരു ബാഗ് മോളെ എങ്ങനെ നീ വേണം. ഒന്നുമില്ല. ഇതാ പുടി ബാഗ് ഇവിടെ പോയി. അപ്പൊ ബാഗിന്റെ ഒക്കെ കഴിഞ്ഞു. പിന്നെന്താണ് പിന്നെ ഇത് നമ്മളെ ബെഡ്ഷീറ്റ്. ഇതാ കിട്ടോ. പിന്നെ സന്തോഷ് പണ്ട് അന്ന് ഈ താർപ്പയും ഈ സാധനങ്ങളും വാങ്ങിച്ചു തന്നതിന് വളരെയധികം നന്ദി പറയുന്നു. അപ്പൊ ശരിക്കും മഴ പെയ്യുമ്പോ നമുക്ക് ഇവിടെ ചോരുന്നു എന്നുള്ളതാണ് ഇവരെ പ്രശ്നമല്ലേ? ഭയങ്കരമായിട്ട്. അപ്പൊ ശരിക്കും നിങ്ങൾ എങ്ങനെ ഇത്രയും കാലം ഇവിടെ അല്ല ഞാൻ പറയുന്നത്, അപ്പൊ ഇത്രയും കാലം നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ കിടന്നത് എന്നുള്ളത് വളരെ ദയനീയമായ ഒരു സിറ്റുവേഷൻ ആണ്. ഇപ്പൊ ഞാൻ ഇവിടെ കാണുമ്പോൾ 2 സെന്റ് അല്ലേ, 2 സെന്റ് സ്ഥലത്താണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത്രയും ദയനീയമായ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് എല്ലാത്തിലും A+ കിട്ടിക്കൊണ്ട് ഈ കുട്ടി വിജയിക്കുന്നു? പേര് ആര്യ എന്നല്ലേ പറഞ്ഞു, ആര്യ എന്ന് പറഞ്ഞ കുട്ടിയാണ്. മോളെ അങ്ങനെയാണ്. അപ്പൊ ശരിക്കും ഈ സാഹചര്യത്തിനോട് നിങ്ങൾ എങ്ങനെയാണ് പടപൊരുത്തിയത്? സാഹചര്യം നോക്കിയിരുന്നാ ഒന്നും പറ്റത്തില്ല. എന്നെക്കാട്ടിയും കഷ്ടപ്പെടുന്നവര് കാണും. എനിക്ക് ഈ സ്ഥിതിയാണെങ്കിൽ ഇതിനെക്കാട്ടിയും കഷ്ടപ്പെടുന്ന കുട്ടികളുണ്ട്. ഞാൻ കണ്ടായിരുന്നു ന്യൂസില് ഫുൾ A+ വാങ്ങിച്ചവര്. അതേപോലെ തന്നെ എന്ത് സാഹചര്യം ഒന്നും പറഞ്ഞ് മാറി മാറി നിന്നാൽ നമുക്കൊന്നും നേടാൻ പറ്റില്ല. ഇതിനെക്കാട്ടിയും മോശമായ സ്ഥിതിയിൽ നിന്ന് വിജയിച്ച് മുമ്പോട്ട് വന്നവരുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തില്ലേ വിദ്യാഭ്യാസം അല്ലേ അല്ലെ? നമ്മളിപ്പോ ഒരു ജോലിക്ക് പോവാണെങ്കിൽ നമ്മളോട് എന്താ ചോദിക്കുക? എത്ര പേർ പഠിച്ചു അല്ലേ? അപ്പൊ നമുക്ക് വിദ്യാഭ്യാസം വെരി ഇമ്പോർട്ടന്റ് ആണ്. വിദ്യാഭ്യാസം കൊണ്ട് അപ്പൊ നിങ്ങൾ പറഞ്ഞോണം സാഹചര്യം എങ്ങനെയായാലും അതിനോട് പടവരുതുക. മാത്രമല്ല അങ്ങനെ നിങ്ങൾ അത് ചെയ്യുകയും ഇപ്പൊ എന്റെ ഫേസ്ബുക്കിലേക്കില്ലേ നമ്മൾ ബന്ധപ്പെട്ടത് കൊണ്ടാണ് നമുക്കത്, നമ്മൾ അറിയുന്നില്ലല്ലോ ആരൊക്കെ എങ്ങനെയൊക്കെയാണ് അച്ഛൻ മരിച്ചതിന്റെ ഒരു ചെറിയ വിഷമം ഉണ്ടൊക്കെ. അതുകൂടി ഇതിന്റെ ഇടയിൽ വന്നിട്ടുണ്ടല്ലേ. അപ്പൊ ഏതായാലും +2 ഏത് സബ്ജക്റ്റ് എടുക്കുന്നത്? സയൻസ് എടുക്കാനാണ് വിചാരിക്കുന്നത്. സയൻസ് അല്ലേ സാർ? ഇതിൽ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാൻ വേണ്ടിയില്ല. സന്തോഷം എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യന് ഈ കാര്യമൊക്കെ വളരെ താല്പര്യത്തോടെ സന്തോഷത്തോടു കൂടി മറ്റാരെയും ഏൽപ്പിക്കാതെ പുള്ളി തന്നെ ഓടിച്ചാടി നടന്നു പോയി. എന്താ പറയുക, അത് ചെയ്യുന്നതിൻ്റെ ഒരു സംതൃപ്തി സന്തോഷം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു മുഖത്തും ആ സന്തോഷം നമുക്ക് കാണാണ്ട് ഇല്ലേ? ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ആർക്കോ വേണ്ടി ആരോ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന അതോ അല്ലെങ്കിൽ ഒരുപാട് പേരോട് നന്ദി നമസ്കാരം കടപ്പാടും പറയാൻ വേണ്ടി കുറേ ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളോ ഒന്നും അല്ലാതെ തൻ്റെ ആ ചെറിയ ആ ഒരു വരുമാനത്തിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ള ആ വലിയ ആവശ്യങ്ങൾ നടത്തി കൊടുക്കാൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. ആ കുഞ്ഞിൻ്റെ പഠിപ്പിനെ പറ്റിയും ആ മോളിൽ എന്തെടുക്കുന്നത് എന്തൊക്കെ ചെയ്യുന്നു. കാരണം സന്തോഷ് പണ്ഡിറ്റ് വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഈ ആളുകളെല്ലാം കരുതുമ്പോൾ ഒരു പൊട്ടനോ ബഫളോ ഒന്നുമല്ല. അദ്ദേഹം കാണിച്ച ആ പൊട്ടത്തരങ്ങളും അല്ലെങ്കിൽ ആ ഒരു ഫൂളിഷ്നെസ്സും മറ്റുള്ളവർക്ക് തോന്നിയത് കൊണ്ട് അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫിലിമിൻ്റെയൊക്കെ വിജയം. അല്ലാതെ മമ്മൂട്ടി മോഹൻലാലും ജയറാമൊക്കെ അഭിനയിക്കുന്ന പോലെ തന്നെ അദ്ദേഹം ആ പടത്തിൽ അതേപോലെ അഭിനയിച്ചിരുന്നെങ്കിൽ ആ പടം ആരും കാണുമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ പടം ആ രീതിയിൽ ഓടിയാൽ തന്നെയാണ് ആളുകൾ കാണുക എന്നത് കൊണ്ട് മാത്രം ആ ഒരു ബിസിനസ് മൈൻഡ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ആളത് ചെയ്തത്.
ആള് വേറൊരു ഡയറക്ടറുടെ പടത്തില് അവര് പറയും പോലെ അഭിനയിക്കുമ്പോ ഇത്തരത്തിലല്ല. അപ്പോ അദ്ദേഹത്തിനെ പുച്ഛിച്ചവരും കളിയാക്കവരും ഇന്ന് ഒരുപാട് പല വേദികളിലും കോമഡി വേദികളിൽ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി പല ഇന്റർവ്യൂസിലും വളരെ പ്രശസ്തരും വലിയ വലിയ ആളുകളൊക്കെ ഈ വേദികളിൽ വിളിച്ചു വരുത്തി അപമാനിച്ചു വിടുക, ഇന്റർവ്യൂസിന് വിളിച്ചു വരുത്തി അപമാനിച്ചു വിടുക ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരോടൊക്കെ അതേ വേദിയിലും അതേ ഇന്റർവ്യൂസിലും ഇദ്ദേഹം കൊടുക്കുന്ന മറുപടികള് അടിപൊളിയാണ്, മാസാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ ആ വിവരം എന്ന് പറയുന്ന ഒരു സാധനം, അദ്ദേഹത്തിന്റെ പല ചോദ്യങ്ങൾക്കും നമ്മൾ ഉത്തരം മുട്ടിപ്പോവും. അത്രയും അദ്ദേഹം മിടുക്കനായൊരു ആള് തന്നെയാണെന്ന് നമുക്ക് പറയാതെ വയ്യ. പിന്നെന്ത് പറയുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു സന്തോഷം കണ്ടോ, ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് ആ മോളുടെ സന്തോഷം കണ്ടോ. ഏത് സാഹചര്യത്തിലാണെങ്കിലും ഇതിലും പഠിക്കാൻ സാഹചര്യം ഇല്ലാത്ത ആളുകളില്ലേ. അപ്പൊ ഈ സാഹചര്യത്തിൽ നമുക്ക് പഠിച്ചാലല്ലേ നമുക്ക് നേടാൻ പറ്റും, അല്ലെങ്കിൽ ഈ സാഹചര്യത്തെ മറികടക്കാൻ നമുക്ക് പറ്റില്ലല്ലോ എന്ന് ഇത്തരത്തിലുള്ള സാഹചര്യം അല്ലെങ്കിൽ ഇതിലും താഴ്ന്ന സാഹചര്യമുള്ളവർക്കും കൂടിയുള്ള ഒരു മെസ്സേജ് കൂടിയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ മാക്സിമം നന്നായി പഠിക്കണം, പഠനത്തിലൂടെ മാത്രമേ മുന്നോട്ട് പോവുള്ളൂ. നമുക്കിതൊരു അല്ലെ പ്രചോദനമാണ്. പക്ഷെ നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറഞ്ഞ മനുഷ്യൻ ഒരു കോടീശ്വരനല്ല. എനിക്ക് എന്റെ സിനിമയായാലും ഇതിന്നൊക്കെ വീഡിയോ ഒക്കെ ആളുകൾ കാണുമ്പോൾ കിട്ടുന്ന ഒരു ചെറിയ വരുമാനമേ ഉള്ളേ, അത് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇന്ന് മുതൽ സമാധാനത്തിൽ അല്ലെ സമാധാനത്തിൽ ഒന്ന് കിടക്കാം. സമാധാനത്തിൽ ഇത്രയും വന്ന് ഉപകാരം ചെയ്തതിന് വളരെയധികം നന്ദി. എല്ലാ ആരോഗ്യ ആയുസ്സും എല്ലാ സിനിമകളും കിട്ടി നല്ല നിലയിലാവട്ടെന്ന്. അപ്പോ ആര്യ ഹാപ്പി ആയെന്ന് വിചാരിക്കുന്നു. മോളെ അപ്പൊ നമുക്കിപ്പോ ചെയ്യാവുന്ന ഇനി എന്താണ് നിങ്ങളുടെ അത്യാവശ്യം? ആരെങ്കിലും കണ്ട് എവിടെയെങ്കിലും 3 സെന്റ് ഒരു വീടും അതിലൊരു ബാത്റൂമും കുളിപ്പരയും എന്റെ കൊച്ചുങ്ങൾക്ക് വേണമെന്നാണ് ഞാൻ. അപ്പൊ ഏതായാലും ഞാൻ പറയുന്നത് നമ്മൾ ഇതേപോലെ നോക്കും മോളെ, ചെറുതുണ്ടെങ്കിൽ കാണുമ്പോഴല്ലേ നമുക്ക് ഒരാളോട് പറയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ വേറെ അടിയന്തരമായിട്ട് അത് തന്നെയാണ് ആവശ്യം. പിന്നെ ഇപ്പൊ എന്തെങ്കിലും അല്ലെ ഒരു പ്ലസ് 2 കൂടെ കഴിയുമ്പോഴൊക്കെ എന്തെങ്കിലും ജോബിന്റെ കാര്യം വരുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കാം. അപ്പൊ ഒരു കാര്യം ചെയ്തോ, ഒരു ചെറിയൊരു ഇത് ഞാൻ തരികയാണ്. പൊതുവെ ഞാൻ ചെയ്യാത്തൊരു സാധനമാണ്, അത് സാരമല്ല, ഇത് കൂടെ വെച്ചു. ഒത്തിരി നന്ദിയുണ്ട് സാറിനോട്. വിളിച്ചപ്പോഴേ പറഞ്ഞ് ആവുന്ന സഹായം ചെയ്യാന്ന് സാറിന്റെ മാക്സിമം നോക്കിയിട്ടുണ്ട്. ഒരുപാട് നവമാധ്യമങ്ങളിലൂടെ ഇതൊക്കെ വിളിച്ചു പറഞ്ഞ് ഇതൊരു പബ്ലിസിറ്റിക്കാണ് എന്ന് പറയുന്ന ഈ പണ്ഡിറ്റിനെ കളിയാക്കാനൊക്കെ പലരും വരെയായിരിക്കാം. പക്ഷെ അദ്ദേഹം ഈ ചെയ്യുന്ന ഈ ചെറിയൊരു പ്രവൃത്തിയിലൂടെ വലിയ പ്രവർത്തികൾ ചെയ്യാൻ കഴിയുള്ള ആളുകൾക്ക് ഒരു പ്രചോദനമാകണമെങ്കിൽ ആവട്ടെ എന്ന് മാത്രമാണ് അദ്ദേഹം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പറയുന്ന അദ്ദേഹം ഇത്രയും കാര്യങ്ങളെല്ലാം അവരുടെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലായതൊക്കെ ചെയ്ത് ഒടുക്കം തന്റെ കയ്യിലുണ്ടായിരുന്ന പൈസയിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് അവരുടെ കയ്യിൽ അത് വെച്ചു കൊടുത്ത്. കാരണം ഇനി ഒരുപാട് ആവശ്യങ്ങൾ അവർക്ക് ഉണ്ട്. അപ്പൊ ഇതിനാൽ അവർക്ക് കഴിയുന്നതെല്ലാം ചെയ്യട്ടെ എന്ന് എന്താ പറയാ, അത് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം, അദ്ദേഹത്തിനും സന്തോഷം, അത് സ്വീകരിച്ച വീട്ടുകാർക്ക് സന്തോഷം. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലേക്ക് നേരിട്ട് ഈ വീട്ടുകാർ തങ്ങളുടെ ഒരു അവസ്ഥ അറിയിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് അദ്ദേഹം നേരിട്ട് വന്നത്. പിന്നെന്താ പറയാ, ഇതൊരു പക്ഷേ വലിയൊരു സെലിബ്രിറ്റി ആയിരുന്നു ചെയ്തതെങ്കിൽ ഒരുപാട് മാധ്യമങ്ങളിൽ ഇത് വാർത്തയായി ചർച്ചയായി വരുമായിരുന്നേനെ, വലിയ വലിയ ന്യൂസ് ചാനലുകളിൽ വന്നേനെ, ഒരുപാട് ഇന്റർവ്യൂസ് ഇതിനോടകം ഇതിന്റെ തൊട്ടുപുറകെ തന്നെ അവർക്ക് കിട്ടിയേനെ. നമ്മുടെ സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന ഈ എളിയ കലാകാരൻ ചെയ്തുകൊണ്ടാവാം ഒരു പക്ഷേ ഇത് സോഷ്യൽ മീഡിയയിലൊന്നും കിടന്ന് ആവാഞ്ഞതും അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയതും ആരൊന്നും അറിയാതെ പോയതും ഒക്കെ. അദ്ദേഹവും അത് ആരെയും വിളിച്ചറിയിക്കാനോ പിടിക്കാനോ ഒന്നും നിന്നില്ല. പിന്നെന്താ പറയാ, അറിഞ്ഞു വന്ന് എടുക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കുന്നവർ, അതാണ് വേണ്ടത്. എന്താ അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് അവര് ഈ സന്തോഷ് പണ്ഡിറ്റിനെ അനുഗ്രഹിക്കുന്നത് കണ്ടു. ആരോഗ്യവും ആയുസ്സും ഒരുപാട് സിനിമകളും ചെയ്ത് ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ എന്ന്. അത് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. അദ്ദേഹം ഇനിയും ഒരുപാട് സിനിമകൾ ചെയ്യട്ടെ. കാരണം ഇത്തരത്തിലുള്ള പാവങ്ങളുടെ അത്യാവശ്യം അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന ഒരാള് ഉള്ളത് സാധാരണക്കാർക്ക് വലിയൊരു ആശ്വാസമാണെങ്കിൽ, അദ്ദേഹത്തിന്റെ പടങ്ങൾ ഉണ്ടായാൽ അദ്ദേഹത്തിന് ലാഭങ്ങൾ ഉണ്ടായാൽ അതിൽ നിന്ന് നല്ലൊരു പങ്ക് അനുഭവിക്കാൻ ഒരുപാട് ഇതുപോലെ പാവപ്പെട്ടവർ ഇനിയും ഒരുപാട് കാത്തിരിക്കുന്നുണ്ടാവും. ഇനിയും നല്ല പടങ്ങൾ ചെയ്യട്ടെ. സന്തോഷ് പണ്ഡിറ്റിന് നല്ല ഉയരങ്ങളിൽ എത്തട്ടെ. അടുത്ത നല്ലൊരു ടോക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താടിയും പൊട്ടും ടോക്സ്. ബൈ.